ചോദ്യം: മനുഷ്യന് ജിന്നുവർഗത്തിൽപ്പെട്ടവരെയും ജിന്നിന് മനുഷ്യവർഗത്തിൽപ്പെട്ടവരെയും വിവാഹം ചെയ്യാമോ? ഉത്തരം: ആ വിവാഹം സ്വീകാര്യമല്ല എന്നാണ് പണ്ഡിതന്മാരിൽ പലരുടെയും അഭിപ്രായം. ചോദ്യം: വിവാഹസദ്യ നൽകാൻ ഉത്തമം രാത്രിയോ പകലോ? ഉത്തരം: വിവാഹസദ്യ നൽകാൻ ഉത്തമമായത് രാത്രിയാണ്. അതാണ് സുന്നത്ത്. ചോദ്യം: നിക്കാഹിന്റെ വാചകങ്ങൾ അറബിയിൽ തന്നെ വേണമെന്നുണ്ടോ? മലയാളത്തിൽ പറഞ്ഞാൽ നിക്കാഹ് സഹീഹാവില്ലേ? ഉത്തരം: സഹീഹാവും. നിക്കാഹിന്റെ പദങ്ങളുടെ വ്യക്തമായ പരിഭാഷ മലയാളത്തിൽ പറയുകയും രക്ഷിതാവ്, വരൻ, സാക്ഷികൾ എന്നിവർക്കത് മനസ്സിലാവുകയും ചെയ്താൽ ആ നിക്കാഹ് സഹീഹാവുന്നതാണ്. ചോദ്യം: വധുവിന് മഹർ നൽകുന്നതിൽ വല്ല പരിധിയും നിശ്ചയിച്ചിട്ടുണ്ടോ? ഉത്തരം: മഹറിന് പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും 10 ദിർഹമിൽ കുറയാതിരിക്കലും 500 ദിർഹം വെള്ളിയിൽ കൂടാതിരിക്കലും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും മഹർ 500 ദിർഹം ആയിരുന്നു. ചോദ്യം: വിവാഹം ചെയ്യാൻ പ്രത്യേക മാസം ഉണ്ടോ? ഉത്തരം: ഉണ്ട്. ശവ്വാൽ മാസത്തിൽ വിവാഹം ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ശവ്വാൽ മാസത്തിലായിരുന്നു. ചോദ്യം: ഖിബിലയ്ക്ക് അഭിമുഖമായി കിടന്ന് ഇണചേരുന്നതിൽ തെറ്റുണ്ടോ? ഉത്തരം: ഖിബിലയ്ക്ക് നേരെ കിടന്ന് ഇണചേരുന്നതിൽ തെറ്റില്ല, കറാഹത്തില്ല. ചോദ്യം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ലല്ലോ. എങ്കിൽ പിണക്കം അല്പസമയമാണെങ്കിലോ? ഉത്തരം: ഒരു നിമിഷമാണെങ്കിലും ആ ദിവസം മുഴുവനും ചെലവും 6 മാസത്തെ വസ്ത്രവും നഷ്ടപ്പെടും. ചോദ്യം: ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ ഹജ്ജിന് പോയാൽ അത് പിണക്കമാകുമോ? ഉത്തരം: ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു ഹജ്ജിനും ഉംറയ്ക്കും പോകാം. അതും പിണക്കം തന്നെയാണ്. പക്ഷേ അതുകാരണം അവൾ കുറ്റക്കാരിയാവില്ല. ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങൾ അത്രയും വിലപ്പെട്ടതിനാലാണിത്. ചോദ്യം: ഖാദി കൈകാരനായി നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടിക്ക് പ്രായം തികഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഉത്തരം: അതെ, നിർബന്ധമുണ്ട്. പ്രായം തികയാത്തവളെ നിക്കാഹ് ചെയ്തു കൊടുക്കൽ ഖാദിക്ക് അനുവദനീയമല്ല. ചോദ്യം: ഒരു സ്ത്രീക്ക് ഒന്നിലധികം സഹോദരന്മാരുണ്ടെങ്കിൽ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവരിൽ ആർക്കാണ് അധികാരം? ഉത്തരം: എല്ലാവർക്കും അധികാരമുണ്ട്. അവരിലൊരാൾക്ക് സമ്മതം നൽകിയാൽ അയാൾക്ക് മാത്രമേ അധികാരമുണ്ടാവുകയുള്ളൂ. ചോദ്യം: നിക്കാഹ് ചെയ്യാൻ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ പറയേണ്ട വാചകം എന്താണ്? ഉത്തരം: എൻ്റെ മകൾ ഇന്നാലിന്നവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പ്രതിനിധിയാക്കി എന്നോ എൻ്റെ സ്ഥാനത്താക്കി എന്നോ ഉപയോഗിക്കാവുന്നതാണ്. വക്കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഏതെങ്കിലും വാചകം ഉണ്ടായാൽ മതി. ചോദ്യം: ഒരു പുരുഷന് തൻ്റെ നിക്കാഹ് സ്വീകരിക്കാൻ തൻ്റെ സുഹൃത്തുക്കളെയോ മറ്റോ വക്കാലത്താക്കാമോ? ഉത്തരം: നിക്കാഹ് സ്വീകരിക്കാൻ മറ്റൊരാളെ വക്കാലത്താക്കാവുന്നതാണ്. ചോദ്യം: എൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് കൈകാരൻ പറയുമ്പോൾ ഞാൻ അത് സ്വീകരിച്ചു എന്ന് മാത്രം വരൻ പറഞ്ഞാൽ മതിയോ? ഉത്തരം: അത് മതിയാവില്ല. ഞാൻ അവളുടെ നിക്കാഹ് സ്വീകരിച്ചു എന്ന് തന്നെ പറയണം. ഞാൻ അവളെ സ്വീകരിച്ചു, ഞാൻ അത് സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചു എന്നീ വാക്കുകളൊന്നും സ്വീകാര്യമാവില്ല. ചോദ്യം: മകളുടെ പേര് വ്യക്തമാക്കാതെ എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് സാധുവാകുമോ? ഉത്തരം: അയാൾക്ക് ഒന്നിലധികം പെൺമക്കളുണ്ടെങ്കിൽ ആ നിക്കാഹ് സ്വഹീഹാകില്ല. ഒരു മകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ നിക്കാഹ് സാധുവാകുന്നതാണ്. ചോദ്യം: എൻ്റെ വലിയ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞു. ചെറിയ മകളുടെ പേര് പറഞ്ഞാൽ ആ നിക്കാഹ് സഹീഹാകുമോ? ഉത്തരം: സ്വഹീഹാകും. പേര് മാറിയാലും വലിയ മകളാണ് ഇവിടെ ഉദ്ദേശം. ചോദ്യം: അമുസ്ലിങ്ങളായ 2 ദമ്പതികൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിക രീതിയിൽ അവരുടെ വിവാഹം നടത്തേണ്ടതുണ്ടോ? ഉത്തരം: നടത്തേണ്ടതില്ല. അവർ മുസ്ലിങ്ങളായതിനാൽ അവർക്ക് ഇസ്ലാം അതിൽ ഇളവ് നൽകുന്നുണ്ട്. ചോദ്യം: മുലകുടി ബന്ധം എങ്ങനെയാണ് സ്ഥിരപ്പെടുക? ഉത്തരം: ചുരുങ്ങിയത് 9 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ 2 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് 5 തവണ ഇടവിട്ട് മുല കൊടുക്കുകയും ഓരോ തവണയും പാൽ കുട്ടിയുടെ ഉള്ളിൽ എത്തിച്ചേരുകയും ചെയ്താൽ അതോടുകൂടി ആ കുട്ടിയും സ്ത്രീയും തമ്മിലുള്ള മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു. പാൽ മുലയിൽ നിന്ന് തന്നെ കുട്ടി കുടിക്കണമെന്നില്ല. പാൽ പുറത്തെടുത്ത് അതിൽ മറ്റെന്തെങ്കിലും കലർത്തി കൊടുത്താലും മതി. ഒരു തവണ പാൽ കറന്നെടുത്ത് 5 തവണയായി കൊടുത്താലും 5 തവണ കറന്നെടുത്ത് ഒറ്റത്തവണ കൊടുത്താലും അത് ഒരു പ്രാവശ്യമായേ പരിഗണിക്കൂ.